എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബോട്ടിൻ്റെ ഒരു പാർട്ടി സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടെക്നീഷ്യനാണ്. പുള്ളി ഇത് പണിയാനൊക്കെ നോക്കി നടക്കാത്തത് കൊണ്ടിട്ടാണ് നമുക്കിത് കൊണ്ടുവന്നത്. ഇതിൻ്റെ IC പോയി, അത് കിട്ടാനില്ല, കിട്ടണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് IC ആണ് പോയെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് ഓഡിയോ IC ആണ് പോയിരിക്കുന്നത്. ഇതിൽ ഒരു സൈഡിൽ മാത്രമേ ആഡിയോ ഉള്ളൂ, ഒരു സൈഡിൽ ആഡിയോ ഇല്ല. അപ്പോൾ ഓഡിയോ IC പോയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പോകുന്ന കൂട്ടത്തിലൊന്നുമല്ല, പക്ഷെ എന്തെങ്കിലും നോക്കാം നമുക്ക് എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് തന്നെ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്തതിനകത്ത് ബാറ്ററി ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് സെപ്പറേറ്റ് സപ്ലൈ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിപ്പോൾ FM-ൽ കിടക്കുന്നുണ്ട്. അപ്പോൾ FM-ൻ്റെ ഗ്രെയിൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഞാനൊരു ചെറിയ സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഈ സ്പീക്കർ ഞാനിവിടെ ഈ വൈറ്റിൽ കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഗ്രെയിൻസ് ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേ കണക്ക് തന്നെ ഇപ്പുറത്തെ സ്പീക്കറിൽ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെയും ആ ഗ്രെയിൻസ് കേൾക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു USB കണക്ഷൻ കൊടുത്ത് നോക്കാം. ഡിസ്പ്ലേ പ്രോപ്പർ അല്ല. നമുക്ക് ആദ്യം ഡിസ്പ്ലേയുടെ കണക്ടർ ഒന്ന് ഊരി കുത്തി നോക്കാം. ഇവിടെ ഇനി ഇതൊന്ന് ഒന്നുകൂടെ ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ പ്രോപ്പറായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓഡിയോ FM-ൻ്റെ അരപ്പുണ്ട്. USB ഒന്ന് കുത്തി നോക്കാം. USB റീഡായിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്ലേ ആയി. ഓക്കെ, പ്ലേ ആയി, പക്ഷെ സൗണ്ട് വരുന്നില്ല, വോളിയം ഫുള്ളാണ്. ഇത് ഊരി കഴിഞ്ഞാൽ FM-ലോട്ട് പോകും. അന്നേരത്ത് നമുക്കിവിടെ സൗണ്ട് വരുന്നുണ്ട്. USB കുത്തി കഴിഞ്ഞാൽ USB റീഡ് ആവുന്നുണ്ട്, പ്ലേ ആവുന്നുണ്ട്, പക്ഷേ അപ്പോൾ ഓഡിയോ ഇല്ല. ഇപ്പോൾ ഈ റെഡ് നിന്ന് നമുക്ക് ഊരിയിട്ട് വൈറ്റിലോട്ട് കൊടുത്തോക്കാം. അവിടെ നമുക്ക് ഓഡിയോ വരുന്നുണ്ട്. അപ്പോൾ USB ഇടുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നതോ അതോ നമുക്കിതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്. മോഡ് സെലക്ട് ചെയ്ത് നോക്കാം. FM, ലൈന്, BT. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മോഡിലും ഈ ഒരു പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് നോക്കണം. പക്ഷെ നമുക്ക് റേഡിയോയിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. 2 ചാനലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഓഡിയോ ICക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. ഓഡിയോ IC കംപ്ലൈൻ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരുപക്ഷെ ഇതായിരിക്കും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവുക. USB ഇടുമ്പോഴത്തേക്കും ഒരു സൈഡ് കേൾക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആയിരിക്കാം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിത് ഈ ഒരു ഓഡിയോ ബോർഡ് ഇളക്കിയെടുത്തിട്ട് എന്തുകൊണ്ടിട്ടാണ് അവിടെ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് വരാത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. ഇതൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന ഓഡിയോ ബോർഡ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബക്ക് കൺവെർട്ടറിങ് സെക്ഷനാണ്.
കാര്യം നമുക്കിതിനകത്ത് 3.7 അല്ലെങ്കിൽ 4 വോൾട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഈ പിന്നെ നല്ല വോളിയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4 വോൾട്ടിൽ അത് നടക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് ഐ സിയും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 12 വോൾട്ടെങ്കിലും കൊടുക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബക്ക് കൺവെർട്ടിംഗ് സെക്ഷനാണ് ആദ്യം കാണുന്ന ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു 3.7 അല്ലെങ്കിൽ 4 വോൾട്ടിനകത്തുള്ള നമ്മുടെ ഈ ബാറ്ററീൻ്റെ ഈ ഒരു വോൾട്ടേജിനെ നേരെ ഇവിടെ വന്ന് ഈ ഒരു ബക്ക് കൺവെർട്ടർ ഇതിനെ 12 വോൾട്ടാക്കി ബൂസ്റ്റപ്പ് ചെയ്യും. അതിനുശേഷമാണ് ഈ ഒരു 2 ഓഡിയോ ഐ സിക്ക് വേണ്ടി കൊടുക്കുന്നത്. ഈ ഓഡിയോ ഐ സിയുടെ നമ്പർ എന്ന് പറയുന്നത് LTK 5112 എന്നുള്ള ഓഡിയോ ഐ സിയാണ് രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അൺബാലൻസ്ഡ് ഓഡിയോ ഐ സിയാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോ ഐ സി അല്ല, അൺബാലൻസ്ഡ് ഓഡിയോ ഐ സിയാണ് ഇത് രണ്ടും വരുന്നത്. അതായത് ഇതിൻ്റെ ഇൻപുട്ടിലെന്ന് പറയുന്നത് ഒരു ഐ സി തന്നെ പോസിറ്റീവ് ഇൻപുട്ടും ഉണ്ടാവും, നെഗറ്റീവ് ഇൻപുട്ടും ഉണ്ടാവും. അതേ കണക്കിന് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടും ആയിട്ടല്ല വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് 1ഉം ഔട്ട്പുട്ട് 2ഉം ഉണ്ടാവും ഒരു ഐ സി തന്നെ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഐ സി. അതായത് ഇതിലൂടെ പവർഫുള്ളായിരിക്കും ഇത് വരുന്നത്. മാക്സിമം 35 വാട്ട് വരെ ഈ ഒരു ഐ സിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് കമ്പനിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഡേറ്റ ഷീറ്റിൽ. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ ഇവിടെ അൺബാലൻസിങ് ചെയ്യുന്ന ആ ഒരു ഓപ്പ് ആമ്പ് ഐ സി ഇരിക്കുന്നത്. ഇവിടെ വരുന്ന ഇൻപുട്ടിനെ ഇത് ബാലൻസിങ് ഇൻപുട്ടിനെ അൺബാലൻസിങ് ഇൻപുട്ടാക്കി നമ്മുടെ ഈ 2 ഐ സിക്കും കൊടുക്കും. ഓക്കെ, എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് നമ്മുടെ ഈ മെയിൻ ഐ സി എന്നുള്ള ലെഫ്റ്റ് റൈറ്റിൽ ആണ് ഈ ഒരു പ്രോബ്ലം വന്നിരിക്കാനുള്ള സാധ്യത. അതായത് USB ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലെ ചാനലും മ്യൂട്ട് ആവുന്നുണ്ട്. ആ ഒരു ഇൻപുട്ട് ഇതിന് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് എവിടെയാണ് ഈ ബ്ലോക്ക് വന്നിരിക്കുന്നത്, മറ്റ് കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയും സമയം ഒരുപാടാവും. അപ്പോൾ ഞാനിത് എൻ്റെ ആ ഒരു രീതിക്ക് ഞാനിതൊന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് ആ ഫോൾട്ട് വന്നിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഞാനത് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഡിയോ സെക്ഷൻ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് മാറിയത്? അപ്പോൾ ഞാൻ USB ഇടുന്ന സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്തു. അപ്പോൾ USB-യിൽ ഈ നമ്മുടെ ഈ മെയിൻ ബോർഡിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റും ഓഡിയോ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലോട്ടും ഇതിൻ്റെ പ്രീ ആംപ്ലിഫയർ സെക്ഷനിലോട്ടും ഈ ഒരു ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ ഒരു ആംപ്ലിഫയറും ഈ ഒരു പ്രീ ഔട്ടും ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഡിയോ സിഗ്നൽ വരുന്നുണ്ട്, പക്ഷേ അന്നേരത്തും ഈ ഒരു ഐ സി കേൾക്കുന്നില്ല, പക്ഷേ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ റേഡിയോ ഇടുമ്പോഴത്തേക്കും ഈ ഐ സി വർക്ക് ചെയ്യുന്നുണ്ട്, USB കൊടുക്കുമ്പോഴത്തേക്കും ഈ ഐ സി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് റേഡിയോ ഇടുമ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നതും USB കുത്തുമ്പോഴത്തേക്കും വർക്ക് ചെയ്യുന്നതെന്നും എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി. കാര്യം ഇതിനകത്തോട്ട് ഓഡിയോ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇതിൻ്റെ 7ാമത്തെ പിന്നിൽ നിന്ന് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ 1ാമത്തെ പിന്നിൽ നിന്നും ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ 7ാമത്തെ പിന്നാണ് നമ്മുടെ ഈ ഒരു ഐ സിയിലോട്ട്, അതായത് റെഡിൻ്റെ ഐ സിയിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കപ്പാസിറ്ററിൽ അതുകൊണ്ട് ഈ ഇരിക്കുന്ന കപ്പാസിറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഡിയോ കൊടുത്തിട്ട് ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്തത്. ഈ കപ്പാസിറ്ററിൻ്റെ ഇതിൻ്റെ ഔട്ടിൽ നമ്മളൊരിക്കലും ചെക്ക് ചെയ്യരുത്. ഔട്ടെന്ന് വന്ന ഈ കപ്പാസിറ്റർ വഴി കപ്പാസിറ്ററിൻ്റെ അടുത്ത ലെഗിൽ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഓഡിയോ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് ഓഡിയോ വരുന്നില്ല. ഇതിലോട്ട് ഈ ഒരു ഐ സിയിലോട്ട് ഓഡിയോ കയറി വരുന്നില്ല. അപ്പോൾ ഇത് വളരെ കൺഫ്യൂഷനായിപ്പോയി. ഓഡിയോ സിഗ്നൽ വരുന്നുണ്ട്, പക്ഷേ ഐ സി വർക്ക് ചെയ്യുന്നില്ല. റേഡിയോ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ട് ആ ഒരു റെഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് തോന്നി, എന്തെങ്കിലും കമ്പോണൻസ് വീക്കായിരിക്കാമെന്ന്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഫ്ലെക്സ് ഉപയോഗിച്ച് എന്നിട്ട് ബ്ലോവർ ഉപയോഗിച്ച് പ്രീ ഹീറ്റ് ചെയ്തു. അതല്ല റീഫ്ലോ ചെയ്തതെന്ന് വെച്ചാൽ 350 ഡിഗ്രി ചൂടിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റോളം മൊത്തത്തിലൊന്ന് നല്ല ചൂടാക്കി തണുപ്പിച്ചെടുത്തു. അതിനുശേഷം ഇട്ടപ്പോഴത്തേക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ റെഡിലാണ് കൊടുത്തിരിക്കുന്നത്. റെഡിൽ കൊടുത്തിട്ട് പവർ ഓൺ ചെയ്യണം. ഇതൊന്നും നേരത്തെ കേൾക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ FM-ൻ്റെ ഇത് വരുന്നുണ്ട്. നമുക്ക് ഓഡിയോ ഇടുന്നതിന് മുന്നേ ഈ ഒരു കാര്യം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഓഡിയോ ക്ലിയറാക്കി കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ USB കുത്തി USB പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ റെഡിൽ ജസ്റ്റ് ടച്ച് ചെയ്യണം. ഉണ്ടോ, അതിൽ സൗണ്ട് വരുന്നുണ്ട്, ഇതിലും സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്ക് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന എന്തോ ഒരു റെസിസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന കപ്പാസിറ്ററുകൾ ഇതിലേതോ ഒന്ന് വീക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ചൂടാക്കി തണുപ്പിച്ചത് കൊണ്ടിട്ട് നമുക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമുക്കിത് കസ്റ്റമറിന് ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് കമ്പോണൻ്റാണ് വീക്കായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് ആണ് ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാൻ. പക്ഷേ നമ്മുടെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് കേൾക്കുന്നില്ലായിരുന്നു എന്നാണ്. പക്ഷേ ഇതിപ്പോൾ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് വെച്ചിരിക്കുക. നാളെ വന്നിട്ട് ഇതേ കണക്കൊന്ന് പ്ലേ ചെയ്തിട്ട് അന്നേരത്തും ഈ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. അന്നേരത്ത് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മൊത്തത്തിലാണ് ഹീറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ സോൾഡറിങ് അയൺ വെച്ചിട്ട് 1 by 1 കമ്പോണൻറ്റുകൾ ചൂടാക്കി നോക്കി. ഈ ഒരു ഏരിയയിൽ വരുന്ന ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന കമ്പോണൻറ്റുകൾ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട്. ഏകദേശം ഒരു 4-5 റെസിസ്റ്റൻസ് തന്നെ ഉണ്ട് ഇതിനകത്ത്. 2-3 കപ്പാസിറ്റർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ചൂടാക്കി ഏതിലാണ് തൊടുമ്പോഴത്തേക്കും ആ പാട്ട് ഇതിന് ആ വോളിയം വരുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു കമ്പോണൻറ്റ് ഞാനിതിനകത്തുനിന്ന് റീപ്ലേസ് ചെയ്യും. ഓക്കെ, എങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇല്ലാതെ നമ്മളിപ്പോൾ ഇത് കസ്റ്റമറിന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വരും. അത് 100% ഉറപ്പാണ്. ആ വീക്ക് കമ്പോണൻറ്റ് നമ്മളിത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.